നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സ്റ്റാലിൻ്റെയും മകൻ്റെയും സ്വപ്നങ്ങളെല്ലാം പരിപൂർണമായി തമിഴ്നാടിൽ വെന്തുരുകിയപ്പോൾ അവരുടെ ഐഡിയോളജി, അവർ പെരിയാറിൻ്റെ പിന്തുടർച്ചക്കാരാണ് എന്ന ഫേക്ക് ഐഡിയോളജി പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനുമൊക്കെ BJPയുടെ സനാതനധർമ്മത്തെ നഖശിഖാന്തം എതിർത്തവരാണ് എന്ന് തോന്നിയെങ്കിൽ അത് താൽക്കാലിക അധികാരത്തിന് വേണ്ടി ജനങ്ങളുടെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി നല്ല പിള്ള ചമഞ്ഞത് മാത്രമാണ്. കേവലം ജൽപ്പനങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇവർ പരമ നാറിത്തരം മാത്രം കാണിക്കുന്ന ആളുകളാണ് എന്ന് തമിഴകം മുഴുവനായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന ഈ പാർട്ടി കേവലം അഴിമതി മാത്രം നടത്തി വരുന്ന ഒരു കുടുംബ കൊള്ള സംഘമാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പേ കോൺഗ്രസിന് മനസ്സിലായത്. കോൺഗ്രസ് ഇടക്കാലത്ത് വെച്ച് അവരെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. കാരണം രണ്ടാം UPA സർക്കാർ പരിപൂർണമായി പരാജയപ്പെടാൻ കാരണം അന്ന് DMK മന്ത്രിസഭയിൽ നടത്തിയ വലിയ തീവട്ടിക്കൊള്ളയാണ്. 2G സ്പെക്ട്രം, അതുവഴി ഈ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തീവട്ടിക്കൊള്ളയാണ് DMK എന്ന നെറികെട്ട പാർട്ടി ഇന്ത്യ രാജ്യത്ത് ചെയ്തത്. ഇപ്പോൾ ഇതാ BJPയെ ഡീലിമിറ്റേഷന് വേണ്ടി പിന്തുണയ്ക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ സ്റ്റാലിൻ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ കോവർ കഴുത ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഐക്യത്തോടെ കോൺഗ്രസും തമിഴക വെട്രിക്കഴകവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വാക്കിന് വിലയില്ലാത്ത നെറികെട്ട സ്റ്റാലിൻ. അതായത് നോക്കൂ, ഇയാൾ അധികാരത്തിലിരുന്ന കാലം അത്രയും BJPക്കെതിരെ പറഞ്ഞത് ഡീലിമിറ്റേഷൻ ഇവിടെ നടപ്പിലാക്കില്ല, ഞങ്ങൾ അതിനുവേണ്ടി ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കും, ഞാൻ അതിൻ്റെ അധ്യക്ഷത വഹിക്കും, എന്നിട്ട് നാണവും മാനവും ഇല്ലാതെ ഡീലിമിറ്റേഷനെ പിന്തുണയ്ക്കുമെന്നും ആ ബില്ല് ഞങ്ങൾ കൂടി ചേർന്ന് പാസ്സാക്കിയെടുക്കുമെന്ന് പറയുകയാണ്. DMKക്ക് 22 MPമാർ ലോക്സഭയിലുണ്ട്. രാജ്യസഭയിൽ മുൻകാലത്ത് അധികാരത്തിൽ ഇരുന്നതിൻ്റെ ഭാഗ്യമായി ജയിച്ചു വന്ന കുറേ മരപ്പാഴുകളുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അവരെല്ലാം സ്വന്തം ആത്മാഭിമാനം പണയം വെച്ചാണ് ആ രാജ്യസഭയിലും ലോക്സഭയിലും ഇരിക്കുന്നത്. ഇവരെല്ലാം ജയിപ്പിച്ചെടുത്തത് കോൺഗ്രസിൻ്റെ ഐഡിയോളജി കാരണമാണ്. അല്ലാതെ കോൺഗ്രസിന് സഖ്യത്തിൻ്റെ ഭാഗമായി സീറ്റ് കൊടുത്ത് കോൺഗ്രസിന് കുറച്ച് MPമാരെ കിട്ടി എന്ന് പറയാൻ ഉളുപ്പും നാണവുമുണ്ടോ ഇവറ്റകൾക്ക് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതായത് ഓന്ത് പോലും തോറ്റുപോകുന്ന രീതിയിൽ നിറം മാറുകയാണ് അപ്പനും മോനും കൂടെ ചേർന്ന്. നാണവും മാനവും ഇല്ലാതെ രണ്ടെണ്ണവും കൂടെ ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ കാൽപാദങ്ങൾ കഴുകി വെള്ളം കുടിക്കാൻ വേണ്ടി തയ്യാറായി ഉടുത്തൊരുങ്ങി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു കപട മതേതരവാദി ഇന്ത്യ രാജ്യത്ത് ഈ അടുത്തെങ്ങാനും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്.